ഡിവിസിബിലിറ്റി റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിവിസിബിലിറ്റി റൂൾസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടിൻ്റെയാണ്. രണ്ടിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ഒരു നമ്പർ തന്നു, ആ നമ്പറിൻ്റെ എത്ര വലിയ അല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വൺസിൻ്റെ പ്ലേസിൻ്റെ ആ വൺസിൻ്റെ പ്ലേസിൽ 0, 2, 4, 6, 8 ഇതിൽ ഏത് നമ്പർ തന്നാലും നമുക്ക് ആ നമ്പർ ആ വലിയൊരു ഇതിൽ ഏത് ഡിജിറ്റ് തന്നാലും ആ വലിയൊരു നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 9468 ലാസ്റ്റ് നമ്പർ എന്താണ്? 8. ഈ ലിസ്റ്റിൽ ഈ 5 പറഞ്ഞില്ലേ, ഇത് ഈവൻ നമ്പേഴ്സാണ്. സോ വേറെ രീതിയിലും പറയാം, ഒരു നമ്പർ ഈവൻ നമ്പർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് 2 കൊണ്ട് ഡിവിസിബിൾ ആകും. എന്താണ് ഈ ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ വന്ന് 0 ആകണം, കൃത്യമായിട്ട് അത് ഡിവൈഡായി പോയിരിക്കണം. അതാണ് ഈ ഡിവിസിബിലിറ്റി റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ടൈംസ് 2 8 വരും, ബാലൻസ് 1 വരും, പിന്നെ 14 വരും. 7 ടൈംസ് 14, ബാലൻസ് 0, പിന്നെ 6നെ ഇറക്കും. 3 ടൈംസ് 6 വരും, ബാലൻസ് 0, വീണ്ടും 8നെ ഇറക്കും. 4 ടൈംസ് 8 വരും, ബാലൻസ് 0. ഇതാണ് നമ്മളുടെ റിമൈൻഡർ പാർട്ട് അല്ലേ. റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്പർ ഫുള്ളായിട്ട് ഡിവൈഡായി എന്നതാണ് അർത്ഥം. ഏത് നമ്പർ? 9468 ഫുള്ളായിട്ട് ഡിവൈഡായി എന്നതാണ്. അപ്പോൾ ഇനി ഒരു നമ്പർ പറയാം. 9 2 കൊണ്ട് ഡിവിസിബിൾ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആകില്ല. എന്താ കാരണം? 9 ഒരു ഓഡ് നമ്പറാണ്. ഇനി 461 ഫുള്ളായിട്ട് ഡിവിസിബിൾ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല. എന്ത് കാരണം? ഇതൊരു ഓഡ് നമ്പർ. ഈ ഓഡ് നമ്പർ ഈവൻ നമ്പർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഓഡ് നമ്പർ പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ തീർച്ചയായിട്ടും 1, 3, 5, 7, 9 കൊണ്ട് അവസാനിക്കുന്നതിനെയാണ് നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈവൻ നമ്പേഴ്സ് എന്തായിരിക്കും? 0, 2, 4, 6, 8 8 കൊണ്ട് 0, 2, 4, 6, 8 കൊണ്ട് അവസാനിക്കുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, ശരി. ഇത് ശരിക്കും നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു ഡിവിസിബിലിറ്റി. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നു 461 തന്നിട്ട് ചെക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 എന്ന് ചോദിക്കുന്നു. ഏതാ നമ്പർ തന്നിരിക്കുന്നത്? 461. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം ഒറ്റ സംഖ്യയാണിത് അല്ലേ, എന്താ പറയുക, ഓഡ് നമ്പറാണിത്, 2 കൊണ്ട് തീർച്ചയായിട്ടും ഡിവൈഡ് ആവില്ല എന്ന് അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 461നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. 2 ടൈംസ് 4 ഇവിടെ 0 ആയി, 6നെ പുറത്തെടുക്കുന്നു. 3 ടൈംസ് 3 2s are 6, 0 ആയി, ഇവിടെ ബാലൻസ് 1. ഇത് ഈ 1ൽ 2 ഇല്ല, അപ്പോൾ ഈ ബാലൻസ് ആയി ഇത് അല്ലേ, ഇത് റിമൈൻഡറായി. ഈ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 0 ആയാൽ മാത്രമാണ് ഡിവിസിബിലിറ്റി റൂള് സക്സസ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ആവില്ല. ഇവിടെ 1 വരാം, 2 വരാം, എത്ര വേണമെങ്കിലും വരാം. പക്ഷേ ഇവിടെ വരുന്ന നമ്പർ ഇവിടെ തന്നിരിക്കുന്ന ഡിവൈസറിനേക്കാളും എപ്പോഴും ചെറുതേ ആവുള്ളൂ. ആയിക്കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ റിമൈൻഡർ സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഉദ്ദേശിച്ചത് ഡിവിസിബിലിറ്റി റൂള്. ഇപ്പോൾ ചെക്ക് 9ൻ്റെ ഡിവിസിബിലിറ്റി റൂള് നമ്മൾ 9ൻ്റെ അല്ല 2ൻ്റെ ഡിവിസിബിലിറ്റി റൂള് നമ്പർ 9നെ ചെക്ക് ചെയ്യണം. നോക്കൂ, ജസ്റ്റ് 9 ലൈൻസ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 9 ലൈൻസിനെ 2 2 ആക്കിയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, 2 എത്ര 2 ഉണ്ട്? 1, 2, 3, 4 ടൈംസ് 2 ഉണ്ട്, ബാലൻസ് 1 വരുന്നുണ്ട് അല്ലേ. ഓൾറെഡി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഓഡ് നമ്പറാണ്. സോ തീർച്ചയായിട്ടും 2ൻ്റെ ഡിവിസിബിലിറ്റി ഇവിടെ സക്സസ് ആവില്ല എന്നുള്ളത്. ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? 4 ടൈംസ് 8 ആണ് വരിക, ബാലൻസ് 1 വരും. ഓക്കെ,
അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട്. ഇങ്ങനെ ഡാഷ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് സാധ്യമല്ല. ഓക്കെ, അതിനാണ് ഈ രീതി പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ?